ഓം ശാന്തി. ഇന്ന് ജനുവരി 8. ബാബ പറയാണ്, मीठे बच्चे, तुम्हें नशा रहना चाहिए कि हम ब्राह्मण से देवता बनते, हम ब्राह्मणों को ही बाप की श्रेष्ठ मत मिलती. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാക്കിയാണ്. നമ്മൾ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാക്കിയാണ്. നമ്മൾ ബ്രാഹ്മണർക്ക് തന്നെയാണ് ബാബയുടെ ശ്രേഷ്ഠ മതം കിട്ടുന്നത്. നമ്മൾ ബ്രാഹ്മണർക്ക് തന്നെയാണ് ബാബയുടെ ശ്രേഷ്ഠ മതം കിട്ടുന്നത്. പ്രശ്ന, जिनका न्यू ब्लड है उन्हें कौन सा शौक और कौन सी मस्ती होनी चाहिए? ന്യൂ ബ്ലഡ് ഉള്ളവർക്ക് ഏതൊരു ലഹരിയും ഏതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കണം, താല്പര്യവും ഉണ്ടായിരിക്കണം. ഉത്തരം പറയാണ്, ये दुनिया जो पुरानी आयन एज्ड बन गई उसे नई गोल्डन एज्ड बनाने का, पुराने से नया बनाने का शौक होना चाहिए. ഈ പഴയ അയൺ ഏജ്ഡ് ആയിപ്പോയ ലോകത്തിനെ പുതിയ ഗോൾഡൻ ഏജ് ആക്കുവാനുള്ള താല്പര്യം വേണം. പഴയതിനെ പുതിയതാക്കുവാനുള്ള ലഹരി വേണം. कन्याओं का न्यू ब्लड है तो अपने हम जिन्स को उठाना चाहिए. കന്യകമാരുടേത് പുതു രക്തമാണ്, ന്യൂ ബ്ലഡാണ്. അതുകൊണ്ട് തൻ്റെ ഫ്രണ്ട്സിനെ, സമപ്രായത്തിലുള്ളവരെ ഉയർത്തിയെടുക്കണം. നശ കായം രഖ്ന ചാഹിയെ, ലഹരി നിലനിർത്തണം, സദാ ലഹരി ഉണ്ടായിരിക്കണം. ഭാഷൺ കർണേ മേ ഭി ബഡി മസ്തി ഹോനി ചാഹിയെ, പ്രഭാഷണം നടത്തുന്നതിലും വലിയ ലഹരി ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഗീതമാണ് രാത് കെ രാഹി ധക് മത് ജാന, രാത്രിയിലെ യാത്രക്കാരാ ക്ഷീണിക്കരുതേ എന്നാണ് ഇന്നത്തെ പാട്ട്. ഓം ശാന്തി. ബച്ചോ നെ ഇസ് ഗീത കാ അർത്ഥ തോ സമझ. ബാബ പറയാണ്, കുട്ടികൾ ഈ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളാണ് രാത്രിയിലെ യാത്രക്കാർ. ബാബ പറയാണ്, നിങ്ങൾ ക്ഷീണിക്കാൻ പാടില്ല, കാരണം പ്രഭാതം ദൂരെയല്ല, സത്യയുഗം ഉടനെ വരും എന്നാണ്. അഭി ഭക്തി മാർഗ കി ഘോർ അന്ധ്യാരി രാത് തോ പൂരി ഹോ രഹി. ഭക്തി മാർഗമാകുന്ന ഘോര അന്ധകാരം നിറഞ്ഞ രാത്രി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബच्चे समझते हैं हमारे ऊपर अब ताज आने का. കുട്ടികൾക്കറിയാം, ഇനി പ്രഭാതം വരുമ്പോൾ നമ്മളുടെ തലയിൽ എന്ത് കാണും? കിരീടം വരാൻ പോവാണ്. യഹാം ബൈഠേ ഹേ എയിം ഒബ്ജക്റ്റ് ഹേ മനുഷ്യ സെ ദേവത ബന്നേക്ക്. നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടാണ് ഇരിക്കുന്നത് പഠിക്കാൻ വേണ്ടി. പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ദേവതയാകുക എന്നുള്ളതാണ്. ജैसे സന്യാസി समझाते हैं तुम अपने को भंस समझो तो वो रूप हो जाएगी. അപ്പോൾ ഒരിക്കലൊരു സന്യാസി ശിഷ്യനോട് പറയാണ്, നീ എരുമയാണെന്ന് വിചാരിക്കൂ. അങ്ങനെ വിചാരിച്ച് അവസാനം ശിഷ്യൻ ആ സ്വരൂപത്തിലങ്ങായി. ശിഷ്യൻ വിചാരിച്ച് ഞാൻ ശരിക്കും ആരായി? എരുമയായി എന്ന്. അതുപോലെ ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ ദേവതകളായിരുന്നു, ഇനി നിങ്ങൾ ആരാകും? ദേവത. അങ്ങനെ വിചാരിച്ചാണ് നമ്മൾ ആ സ്വരൂപത്തിലേക്ക് വരുന്നത്. വഹ് ഭക്തി മാർഗ കി ദൃഷ്ടാന്ത്. ഇത് ഭക്തി മാർഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ബാബ എടുത്ത് പറയാം. ജैसे भी दृष्टांत है कि राम ने बंदरों की सेना ली. അതേപോലെ ഒരു ഉദാഹരണം കാണിക്കാറുണ്ട്. രാമൻ കുരങ്ങന്മാരുടെ വാനരസേന വെച്ചിട്ടാണ്
സീതയെ ലങ്കയിൽ പോയി രക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ കുരങ്ങന്മാരാരാണെന്നറിയോ? ബാബ പറയാണ് തും യഹാ ബൈഠോ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ ശിവബാബയാകുന്ന രാമനെ സഹായിക്കുന്ന വാനരന്മാരെന്ന് പറയുന്നു. ജാൻതി ഹോ ഹംസു ദേവി ദേവത ഡബിൾ സിർതാജ് ബനേംഗെ, നിങ്ങൾക്കറിയാം നമ്മൾ ഇനി ദേവീ ദേവതകൾ ഡബിൾ കിരീടധാരികളായിട്ട് മാറും. जैसे स्कूल में पढ़ते हैं तो कहते हैं मैं पढ़कर डॉक्टर बन जाऊँगा, എഞ്ചിനീയർ बन जाऊँगा. സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾക്കറിയാം നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന്. ഞാൻ ഡോക്ടറാകാനാണ് പഠിക്കുന്നത്, ഞാൻ എഞ്ചിനീയർ ആകാനാണ് പഠിക്കുന്നത്. അതേപോലെ ഇവിടെ വന്നിരുന്ന് പഠിക്കുമ്പോഴും ലക്ഷ്യം എപ്പോഴും ബുദ്ധിയിൽ ഓർമ്മ വേണമെന്ന് ബാബ പറയാം. ഞാൻ ആരാകും? ദേവത, ഡബിൾ കിരീടധാരിയായിട്ട് മാറും. തും സമജ്തേ ഹോ ഇസ് പഠായി സെ ഹം സോ ദേവി ദേവത ബൻ രഹേ, നമ്മൾ ഈ പഠിത്തം പഠിച്ച് ദേവീ ദേവതകളായി കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ഏ ശരീർ ചോടെങ്കി और हमारे सिर पर ताज होगा, ഈ ശരീരം നമ്മൾ വിട്ട് കഴിയുമ്പോൾ, ഈ ശരീരം നമ്മൾ എപ്പോഴേ വിടൂ? ബാബ നമുക്ക് ഡയറക്ഷൻ തരുമ്പോഴേ ഈ ശരീരം നമ്മൾ വിടൂ. പക്ഷെ ഈ ശരീരം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ ലോകത്തിൽ പോകും, ദേവതയാകും. അപ്പോൾ ബാബ പറയണം നിങ്ങളുടെ തലയിൽ എന്ത് കാണും? കിരീടം. ये तो बहुत गंदी चीची दुनिया है ना, ഈ ലോകത്തിനെ കുറിച്ച് ബാബ പറയാണ് ഇത് വളരെ മോശമായ ലോകമാണ്, വളരെ ചീത്തയായ ലോകമാണ്. നई दुनिया है फर्स्ट क्लास दुनिया, पुरानी दुनिया है बिल्कुल थर्ड क्लास दुनिया. ബാബ പറയാണ് പുതിയ ലോകം ഫസ്റ്റ് ക്ലാസ് ആണ്. പഴയ ലോകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴയതാകുമ്പോൾ പിന്നെ അതെന്താകും? തേർഡ് ക്ലാസ് ആയിട്ട് മാറും. ये तो खलास होने की, ഈ കാണുന്ന ലോകം യഥാർത്ഥത്തിൽ നശിക്കാനിരിക്കുകയാണ്. नए विश्व का मालिक बनाने वाला जरूर विश्व का रचयिता ही होगा ना. അപ്പോൾ ഈ ലോകത്തിനെ പുതിയതാക്കി മാറ്റണമെങ്കിൽ അത് വിശ്വത്തിൻ്റെ രചയിതാവിന് മാത്രമേ പറ്റൂ. വിശ്വത്തിൻ്റെ രചയിതാവ് ശിവബാബയാണ്. ശിവബാബയാണ് പഴയ ലോകത്തിനെ പുതിയതാക്കി മാറ്റുന്നത്. दूसरा कोई पढ़ा न सके, शिव बाबा ही तुमको पढ़ाकर सिखलाते. പുതിയ ലോകത്തിലേക്ക് വേണ്ടി പഠിപ്പിക്കാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല. കാരണം ഈ ലോകത്തിലുള്ളവർക്ക് അത് പഠിപ്പിക്കാൻ അറിയില്ല. ഇവിടെ പഠിപ്പിക്കാൻ അറിയാം, എഞ്ചിനീയർ ആക്കാൻ അറിയാം, വക്കീലാക്കാൻ അറിയാം, IAS ആക്കാൻ അറിയാം. പക്ഷെ ദേവതയാക്കുവാനുള്ള പഠിത്തം പഠിപ്പിക്കണമെങ്കിൽ ആര് തന്നെ വരണം? ബാബ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നല്ല ബോധ്യം വേണം നമ്മളെ പഠിപ്പിക്കുന്നത് ബാബയാണ് എന്ന്. बाप ने समझाया है आत्म अभिमानी पूरा बन जाए तो बाकी और क्या चाहिए. ബാബ പറയാണ് കുട്ടികളെ ഈ പഠിത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മ അഭിമാനിയാകുക എന്നുള്ളതാണ്. പൂർണ്ണമായും ആത്മ അഭിമാനിയായി കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? തും ബ്രാഹ്മൺ തോ ഹേ ഹി ജാൻതി ഹോ ഹം ദേവത ബൻ രഹേ, നിങ്ങളെല്ലാവരും ബ്രാഹ്മണർ തന്നെയാണ്. ബാബയുടെ കുട്ടികളായി, ബ്രഹ്മാ ബാബയുടെ കുട്ടികളായി നിങ്ങൾ ബ്രാഹ്മണരാണ്. നിങ്ങൾക്കറിയാം നമ്മൾ ബ്രാഹ്മണർക്ക് മാത്രമേ ആരാകാൻ പറ്റൂ? ദേവതയാകാൻ പറ്റുള്ളൂ. ദേവതായും കിത്തനെ പവിത്ര थे, यहाँ कितने पतित മനുഷ്യ. പക്ഷേ ദേവതയാകണമെങ്കിൽ പവിത്രത വേണം. കാരണം ദേവതകൾ എത്ര പവിത്രമായിരുന്നവരാണ്. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും പതീതരായ മനുഷ്യരാണ്. ശക്കൽ ഭലെ മനുഷ്യക്ക് ഹേ പരന്തു സീരത്ത് ദേഖോ കേസി. ബാബ പറയാൻ ഈ ലോകത്തിലെ മനുഷ്യരെ കുറിച്ച് കാണാൻ മനുഷ്യനെ പോലെയാണ്, പക്ഷെ സ്വഭാവം പലതരത്തിലാണ്. മൃഗങ്ങളുടെ സ്വഭാവം, അസുരന്മാരുടെ സ്വഭാവം. जो देवताओं के पुजारी है वो खुद भी उनके आगे महिमा गाते. आप सर्वगुण संपन्न 16 कला संपूर्ण हम विकारी पापी. ദേവതകളെ പൂജിക്കുന്ന പൂജാരിമാർ പാടുന്ന പാട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയോ? ദേവതകളെ പുകഴ്ത്തും. നിങ്ങൾ സർവഗുണ സമ്പന്നരാണ്, സമ്പൂർണ്ണ നിർവികാരികളാണ്, അങ്ങനെയൊക്കെ പുകഴ്ത്തും. സ്വയം പറയുന്നതോ ഞാൻ വികാരിയാണ്, പാപിയാണ്, നീചനാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, അങ്ങനെയാണ് സ്വയം പറയുന്നതെന്നും ബാബ പറയാം. तो देखो सूरत उनकी भी मनुष्य की है परंतु उनके पास जाकर महिमा गाते, अपने को गंदे विकारी करते. അപ്പം ബാബ പറയാണ് നോക്കൂ, ഈ പൂജിക്കുന്ന മനുഷ്യനും മനുഷ്യനാണ്. പൂജാരിയും ആരാ? മനുഷ്യൻ. പൂജിക്കപ്പെടുന്ന ദേവതയും ആരാ? മനുഷ്യൻ. രണ്ടുപേരും മനുഷ്യനാ. പക്ഷെ ഒരാൾ വിചാരിക്കുന്നത് ഞാൻ വളരെ അധപ്പതിച്ചതാണ്, മറ്റേ ആളിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഈ ലോകത്തിൽ മനുഷ്യർ വിചാരിക്കുന്നത്. ഹമാരെ മേ കോയി ഗുണഹേ നഹി, എനിക്കൊരു ഗുണവും ഇല്ല. അങ്ങനെയല്ല ദേവതകളുടെ മുമ്പിൽ പോയി പറയുന്നത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഒന്നിനും കൊള്ളില്ല, ഇവർക്ക് ബുദ്ധി കൊടുക്കണേ, അങ്ങനെയൊക്കെയാണ് ദേവതകളുടെ മുമ്പിൽ പറയുന്നത്.
है तो मनुष्य माना मनुष्य, മനുഷ്യരെല്ലാവരും മനുഷ്യരാണ്, ദേവതകളും മനുഷ്യർ, നമ്മളും മനുഷ്യർ. अभी तुम समझते हो हम तो अभी चेंज होकर जाकर देवता बनेंगे. നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ ഇനി ഇവിടുന്ന് മാറും, പരിവർത്തനപ്പെട്ട് ദേവതയാകും, മനുഷ്യനിൽ നിന്ന് ആരാകും, ദേവതയായിട്ട് മാറും. കൃഷ്ണ की पूजा करते ही है इसलिए है कृष्णपुरी में जाए. കൃഷ്ണനെ പൂജിക്കുന്ന ഭക്തർക്ക് വിചാരം എന്താണെന്നറിയോ, മരിച്ചു കഴിഞ്ഞാൽ നേരെ ആരുടെ അടുക്കലേക്ക് പോകണം, കൃഷ്ണൻ്റെ അടുക്കലേക്ക്, കൃഷ്ണപുരിയിലേക്ക് പോകണം എന്നാണ്. പരന്തു ഈ പത്താണെങ്കിൽ കബ്ജായെങ്കിൽ, പക്ഷെ അവർക്ക് അറിയില്ല, ഉറപ്പൊന്നുമില്ല, പോകില്ല എന്നൊന്നും ഉറപ്പൊന്നുമില്ല, അല്ലെങ്കിൽ എന്ന് പോകും അതൊന്നും മനുഷ്യർക്കറിയില്ല. ഭക്തി കർത്തെ രഹത്തെ ഹെ കി ഭഗവാൻ ആക്കർ ഭക്തി കഫൽ ദേ. എല്ലാ ഭക്തർക്കും ഒരു വിശ്വാസമുണ്ട്, എന്തിനു വേണ്ടി ഞാൻ ഭക്തി ചെയ്യുന്നുവോ അതിൻ്റെ ഫലം ആര് തരും, ഭഗവാൻ വന്ന് തരും എന്നാണ്. 2 days I have planned to stay at Kottayam Center. Usually during Raksha Bandhan I come, and it is coming late in the evening, and then next day morning after the program going to another place. Of course yesterday Mavelikara was there, but still it is stay in a very relaxed manner. So I feel this is my home. Baba's home means my home, isn't it? So it's very nice to meet all of you. And it is the month of January now, and as Pankajam Ben has kept this tower of peace here. So every day we visit Madhuban Char Dham Yatra, because January month we remember our founder father Brahma Baba also, and we all do efforts to become like him. So it's a very special occasion, and whenever I remember this tower of peace, there are 4 things in this tower. Okay, you also must be paying attention. Front is tower of peace, then is power of knowledge, power of purity, tower of purity, and 4th is it's only when we use knowledge in our life, when my soul becomes pure, and when I become tower of might. 4th is tower of might. I have to become powerful. So when I use knowledge, when I get powers in Baba's remembrance, then my soul becomes pure. I am able to let go of many things, to free myself of many things. Then only I can become peaceful. So Brahma Baba had all these 4 specialities in his life. Time to time we have to use knowledge also. We have to remember drama, nothing new, and in the time to come also, whatever scenes of change we are going to see. We all know our golden age is coming very soon. Okay, we want to go to the golden age, isn't it? We want to stay here? No, this world is becoming impure day by day. So we want to go to the golden age. So before that, lot of clearance of this old world has to be done, in which my stage has to be like this tower of peace. Okay, but many people who are listening on YouTube, okay, so actually whenever I remember Madhuban, especially in this month of January, I go to visit Madhuban at least 3-4 times a day. I remember Baba's room, sitting there in Baba's room, getting all the powers from Baba,
Do you all visit Baba's room every day? Madhuban Char Dham every day? Yes, we should, at least half an hour. We can be in Baba's remembrance. Minimum it takes half an hour. Mentally, I can be in Baba's room for 5 or 10 minutes. First of all, when I enter the gate of Madhuban, I feel Baba is welcoming me. Then I go to Baba's room. Then I go to Baba's cottage, kutia, hut. Then I can write a letter to Baba. Whatever is in my mind, I write a letter to Baba, clean my mind, purify my mind. Then I come to History Hall. Then I have memories of Baba reading Murli. Mama also sitting. And I am also sitting and hearing, listening to the Murli. And then I go to the Tower of Peace. I have to make my life like Brahma Baba remain so unshakable. No doubts in the mind also. No thoughts. Whatever is happening is according to drama. Drama is correct and accurate. Drama is beneficial. Whatever has to happen will happen. I need not worry about all that. So in that I have to use knowledge. I have to purify my soul. I have to fill myself with lot of might. So every day I should have the Swaman, मैं सर्व शक्तिवान हूँ. So every day half an hour I can visit Madhuban, Pandav Bhavan, be with Baba, because Baba has given the aim that we should specially do 4 hours yoga in the month of January. So right from Amrit Vela, when we are traveling also, we can be in Baba's remembrance. When we are doing any Karmana Seva also, I am with Baba. So in Baba's remembrance, and specially we can experience Baba's love and protection in this month of January. And as we are seeing, the drama wheel is moving fast and we are nearing the end of one cycle. So I have to go home. I have to go to Paramdham. So my mind and intellect should be diverted. And then I will go to Golden Age. I will become like a deity. So all the sanskars, habits of that Satyugi deity life, I can emerge and I can become so pure. So it's nice meeting all of you. Some of you are coming to Baba's house. It's something nice. Because Baba's house will become like a peace house. Even the place where we are all staying will become very peaceful. Because we are doing so much yoga in our home. Time has come when every day we cannot come to the center. Okay, so we are doing yoga, we are listening to Murli at home. So our home will become like a peace house. Many souls will come. So we have to prepare ourselves for that.
So with my drishti from my face, I can radiate peace. I can be Baba's instrument. So now is the time for that. Okay? Om Shanti, Shanti.